ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഔട്ട്ഡേറ്റഡ് ആണോ അതോ നമ്മൾ റോങ് ആയിട്ട് ഗൈഡഡ് ആണോ? ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മാർക്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര A+ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ A+ ആയിരിക്കും നിങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. പലപ്പോഴും നിങ്ങൾക്കൊക്കെ ഗൈഡൻസ് കിട്ടുന്നത് 90% മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ സയൻസ് എടുത്തോ, അല്ലെങ്കിൽ ഒരു 70% 60% ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് ഓപ്ഷൻ എടുത്തോ. അതുമല്ല, അതിൽ കുറവാണെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് നോക്കിയാൽ മതി. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ടീച്ചേഴ്സ് പോലും നമ്മുടെ സ്റ്റുഡൻസിന് അഡ്വൈസ് കൊടുക്കുന്നത്. ടീച്ചേഴ്സിനെ കുറ്റം പറയല്ല, നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് ആക്ച്വലി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പുറമേയുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിൻ്റെയൊക്കെ മെൻറ്റർ എന്ന് പറയുന്നത് ആ ടീച്ചേഴ്സ് ആയിരിക്കും. കാരണം കൂടുതലും സ്റ്റുഡൻസ് പേരൻസിനോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടീച്ചേഴ്സുമായിട്ടാണ് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നതും. അപ്പോൾ ടീച്ചേഴ്സിനായിരിക്കും ഈ സ്റ്റുഡൻസിൻ്റെ ക്രിയേറ്റിവിറ്റി എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ഏത് മേഖലയിലാണ് നല്ലപോലെ കഴിവുള്ളത്, അതൊക്കെ അനുസരിച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രോപ്പറായിട്ടൊരു കരിയർ ഗൈഡൻസ് കൊടുക്കാനായിട്ട്. ഇതൊക്കെയല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ മാർക്ക് മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ആ സ്റ്റുഡൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, ഏത് മേഖലയിലാണ് അവർക്ക് നന്നായിട്ട് ശോഭിക്കാനായിട്ട് പറ്റുക, പിന്നെ അതേപോലെ തന്നെ അവരുടെ ടാലൻറ്റ് എന്താണ്, സ്കില്ല് എന്താണ്, അവരുടെ പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റി വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം വെൻ ഇറ്റ് കംസ് ടു സിലബസിൻ്റെ അകത്ത് വരേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ മാർക്കിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പഠിച്ചു പോവാതിരിക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ AI ഒക്കെ കടന്നു വരുവോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ വേൾഡ് അത്രയും ഫാസ്റ്റ് ഗ്രോയിങ് ആണ്, അത്രയും അപ്ഡേറ്റഡ് ആണ്. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ നോളജും അതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാതെ വരും. നമ്മൾ കുറേ കാലം പഠിച്ച് അത്രയും നാൾ നമ്മുടെ വേസ്റ്റ് ചെയ്ത പോലെ മാത്രമായിരിക്കും. കുറേയും കൂടെ പ്രാക്ടിക്കൽ ആവണം, മാർക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ.